ഏവർക്കും നമസ്കാരം. ഭാരതത്തിൻ്റെ രണ്ടാമത്തെ പ്രസിഡൻ്റായ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം 1888 സെപ്റ്റംബർ 5 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജനനത്തോട് അനുബന്ധമായിട്ടാണല്ലോ നാം അധ്യാപക ദിനം കൊണ്ടാടുന്നത്. ആഗതമാകുന്ന അധ്യാപക ദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം ഏവർക്കും നേരുന്നു. ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമായിട്ടുള്ള ഒരു ആപ്തവാക്യമാണല്ലോ മാതാപിതാ ഗുരുദൈവം എന്നുള്ളത്. മാതാവ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഈ ലോകത്തിൻ്റെ പതിപ്പാണെങ്കിൽ പിതാവ് ദൈവം നൽകുന്ന പരിപാലനയെ അനുസ്മരിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളും ദൈവത്തിൻ്റെ വഴിനടത്തലും നാം അനുഭവിക്കുന്നത് ഗുരുഭൂതരിലൂടെയാണ്. അതുകൊണ്ട് ദൈവത്തോടൊപ്പം വന്ദിക്കപ്പെടേണ്ടവനാണ് ഗുരുഭൂതരെന്ന് ഭാരതീയരായ നാം അനുസ്മരിക്കുന്നു. ജീവദീപ്തിയുടെ സെപ്റ്റംബർ ലക്കത്തിൽ CP പള്ളിപ്പുറം സാർ എഴുതിയ ഒരു ചെറുകഥ ഇത്തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. സനാതനൻ എന്ന ഒരു മുനികുമാരൻ്റേതാണ് ഈ കഥ. സരയു എന്ന നദിയുടെ തീരത്ത് അദ്ദേഹത്തിൻ്റെ പർണശാലയിലാണ് ഈ സനാതനൻ ജീവിക്കുന്നത്. ഒരിക്കൽ ഈ സനാതനൻ കൂട്ടിൽ നിന്ന് താഴെ വീണ കുഞ്ഞിക്കിളിയെ രക്ഷപ്പെടുത്തി അതിൻ്റെ കൂട്ടിൽ വയ്ക്കുന്നുണ്ട്. തള്ളക്കിളി കുഞ്ഞിന് ഇര തേടാൻ പോയപ്പോഴാണ് ആ കുഞ്ഞിക്കിളി താഴേക്ക് വീണത്. മറ്റൊരിക്കൽ വഴിയിലൂടെ യാത്ര പോകവേ ചെളിക്കുണ്ടിൽ വീണ ഒരു മുത്തശ്ശിയെ ഈ സനാതനൻ രക്ഷിക്കുന്നുണ്ട്. ഇപ്രകാരം സനാതനൻ്റെ നന്മ കണ്ട ദൈവം ഒരിക്കൽ സനാതനനെ കാണാനായിട്ട് തീരുമാനിക്കുകയാണ്. അദ്ദേഹം ഒരു ദിവസം പ്രഭാതത്തിൽ സനാതനൻ്റെ പർണശാലയ്ക്ക് മുമ്പിലേക്ക് വന്നു. ഇതറിയാതെ സനാതനൻ്റെ ഗുരുവും അതേ ദിവസം തന്നെ സനാതനനെ കാണാനായിട്ട് എത്തിച്ചേരുകയാണ്. ഗുരുവും ദൈവവും സനാതനനെ കാണാൻ വരുന്നു എന്ന വാർത്ത ഗ്രാമം മുഴുവനും വ്യാപിച്ചു. ഗ്രാമവാസികൾ ഈ രണ്ടുപേരെയും കാണാനായിട്ടുള്ള തിടുക്കത്തിൽ സനാതനൻ്റെ പർണശാലയ്ക്ക് മുമ്പിൽ വന്നു നിന്നു. ഈ സമയം സനാതനൻ പ്രഭാതയജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രഭാതയജ്ഞം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന സനാതനൻ കാണുന്നത് തൻ്റെ പർണശാലയ്ക്ക് മുൻപിൽ നിൽക്കുന്ന ദൈവത്തെയും ഗുരുവിനെയുമാണ്. സനാതനൻ ഭക്ത്യാദരപൂർവ്വം ആദ്യം തന്നെ ഗുരുവിൻ്റെ പാദം നമിച്ചു. ഇതുകണ്ട ജനാവലി സനാതനനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, എന്ത് ഭോഷ്കാണ് ഈ മുനികുമാരൻ ചെയ്യുന്നത്, ദൈവം നിൽക്കുന്നത് കാണുന്നില്ലേ എന്ന്. രണ്ടാമത് മുനികുമാരൻ ദൈവത്തെ വണങ്ങാനായി കുമ്പിട്ടപ്പോൾ സനാതനനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, മകന് നീ ചെയ്തതാണ് യഥാർത്ഥമായ പ്രവൃത്തി. കാരണം ഗുരുവാണ് എന്നിലേക്ക് നിന്നെ അടുപ്പിക്കുന്നത്. അതുകൊണ്ട് ഗുരുവിനെ വേണം നീ എന്നും ആദ്യം വണങ്ങുവാൻ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഗുരുഭൂതരോടുള്ള വണക്കം വ്യക്തിജീവിതത്തിൽ അനുസ്മരിക്കുവാനും അതോടൊപ്പം തന്നെ പ്രാവർത്തികമാക്കുവാനുമുള്ള നല്ല അവസരമാണ് ഗുരുവന്ദനത്തിനായിട്ടുള്ള സെപ്റ്റംബർ 5 എൻ്റെ സെമിനാരി കാലത്തെ ഗുരുഭൂതരെ ഞാൻ ഇത്തരുണത്തിൽ ഓർക്കുകയാണ്. അന്ന് അവർ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഒരു വേള ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് മാർക്ക് തരുന്ന 50, 60, 70, 80,
90 മാർക്ക് തരുന്ന വിദ്യാളരാണ് ഗുരുഭൂതരെന്ന്. എന്നാൽ പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്. എൻ്റെ വിജ്ഞാനത്തിൻ്റെ അഭാവത്തിൽ വിജ്ഞാനമെന്ന പ്രകാശം നൽകി എന്നെ അവർ വളർത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നന്മയുടെയും പ്രമാണങ്ങൾ പകർന്നു നൽകാനായിട്ട് അവരുടെ മാതൃകയിലൂടെ അവർക്കായിട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥമായ ദൈവികമായ അടുപ്പത്തിലേക്കും സഹോദര സ്നേഹത്തിലേക്കും എന്നെ ഉയർത്തിയത് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഗുരുഭൂതരായിരുന്നു. ഗുരുഭൂതരെ വന്ദിക്കുന്ന ഇത്തരുണത്തിൽ ഗുരുഭൂതര് പ്രകാശമാണെങ്കിൽ, ദീപമാണെങ്കിൽ, ആ ദീപത്തെ താങ്ങി നിർത്തുന്ന വിളക്കുകളെ കൂടെ സ്മരിക്കേണ്ടത് നല്ലതാണെന്ന് ഞാൻ കരുതുകയാണ്. ഇത്തരുണത്തിൽ നാം ഓർക്കേണ്ടുന്ന മഹനീയ വ്യക്തിത്വമാണ് വരാപ്പുഴ അതിരൂപതയുടെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ബെർഡിനാഡ് ബച്ചനെല്ലി പിതാവ്. അദ്ദേഹം 1856 പ്രസിദ്ധീകരിച്ച പള്ളിക്കൊരു പള്ളിക്കൂടം എന്നുള്ള അജപാലന എഴുത്തിലൂടെ ഓരോ ദേവാലയത്തോടും ചേർന്ന് ഒരു വിദ്യാലയം ഉണ്ടാകണമെന്ന് തീരുമാനിക്കുകയും അതിനുള്ള നടപടികളുമായി മുൻപോട്ട് പോകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഗുരുഭൂതർക്ക് അർഹമായ വണക്കവും വേതനവും നൽകണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും പിടിയര് തുടങ്ങിയുള്ള ജനങ്ങളിൽ നിന്നുള്ള സഹായം സ്വീകരിച്ചുകൊണ്ട് അത് അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു. ഇങ്ങനെ വിജ്ഞാനം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഗുരുക്കളോടൊപ്പം വന്ദിക്കപ്പെടേണ്ടുന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കളാണ്, മുൻ തലമുറകളാണ്, സ്കൂളിന് മാനേജ്മെൻറ്റ് നൽകുന്ന മാനേജരും മറ്റു വ്യക്തികളുമാണ്. ആയതിനാൽ ഈ ഗുരുവന്ദനം നടത്തുന്ന ഈ ദിവസം ഗുരുവിനെയും അതോടൊപ്പം തന്നെ ഗുരുവിന് പ്രശോഭിക്കുവാനുള്ള വിളക്കായി മാറിയ ഈ വന്യരായ നമ്മുടെ മുൻ തലമുറയിലെ എല്ലാ വ്യക്തികളെയും നമുക്ക് അനുസ്മരിക്കാം. അങ്ങനെ ഗുരുവിനെ എപ്പോഴും ആദരവോടുകൂടെ അവന് പാദപൂജ ചെയ്യുന്നതിനും അവനെ വന്ദിക്കുന്നതിനും ഈ സെപ്റ്റംബർ 5-ാം തീയതി ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അധ്യാപക ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു.